രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ ഇന്നും ശക്തമായ പ്രതിഷേധം തുടരും. കാസർഗോഡ്, ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കാസർഗോഡ് RDO ഓഫീസിലേക്കും ആലപ്പുഴ കളക്ടറേറ്റിലേക്കുമാണ് മാർച്ച് നടത്തുക. ബുധനാഴ്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്ത് നൈറ്റ് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളും AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് നൽകും. ജയശങ്കർ, എപ്പോഴാണ് ഈ പ്രതിഷേധ മാർച്ചുകൾ? വേണു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധം തുടരാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളിലാണ് മാർച്ച്. ആലപ്പുഴയിൽ കളക്ടറേറ്റിലേക്കും കാസർഗോഡ് DD ഓഫീസിലേക്കുമാണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിച്ച മാർച്ചുകൾക്ക് സമാനമായി ഈ മാർച്ചുകളിലും വലിയ തോതിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. രാഹുലിന് ജാമ്യം ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ബുധനാഴ്ച സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നൈറ്റ് മാർച്ച് നടത്താനും യൂത്ത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. രാഹുലിന് ജാമ്യം ലഭിക്കുന്നതുവരെ വിവിധ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും തുടരാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ജാമ്യവുമായി ബന്ധപ്പെട്ട ഹർജി 17-ാം തീയതി കോടതി പരിഗണിക്കുന്നുമുണ്ട്. എന്തായാലും ഈ ജാമ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നവരെ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭം എന്നുള്ള രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കാണിച്ച് മുന്നോട്ട് പോകാൻ യൂത്ത് കോൺഗ്രസ് ആലോചിക്കുന്നു. ഒപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മായി ബന്ധപ്പെട്ട MP ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയ്ക്ക് യൂത്ത് കോൺഗ്രസ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിയമ നടപടിക്കും യൂത്ത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി ഇതിനെ നേരിടുകയും ഒപ്പം സമരത്തിലൂടെ ഇതിനെ പ്രതിരോധിക്കുകയുമാണ് യൂത്ത് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും രാഹുലിന് ജാമ്യം ലഭിക്കുന്നതുവരെ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ തുടരും. വേണം. AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.